നമസ്കാരം, ഞാൻ രാകേഷ് ജി. നമ്മുടെ വാഹനത്തിൽ LED ബൾബ് ഇടുകയാണെങ്കിൽ, അതായത് ഒരു ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ടെയിൽ ലൈറ്റ് അല്ലെങ്കിൽ ഒരു പാർക്ക് ലൈറ്റ്, ഇങ്ങനെ LED ബൾബ് ഇട്ട് കഴിഞ്ഞാൽ LED ബൾബിന് ലൈഫ് കുറവാണോ? ഇങ്ങനൊരു സംശയം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കാം. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്. ബാലഗോപാലനാണ് ചോദിച്ചിരിക്കുന്നത്. ബാലഗോപാലൻ 846 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: പക്ഷേ LED ബൾബിന് ലൈഫ് ഇല്ല ബ്രോ, ഒരു വർഷം കൊണ്ട് പോകും. ഹാലജൻ ലോങ് ലൈഫാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെറ്റായ ധാരണയാണ്. ശരിക്കും ഹാലജന് ലൈഫ് കുറവാണ്, LED-ക്കാണ് ലൈഫ് കൂടുതൽ. പിന്നെ ഇതൊന്ന് തിരുത്തു വരുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം തിരുത്തു വരുന്ന എപ്പോഴാണെന്നും കൂടെ വ്യക്തമാക്കിയേക്കാം. അതായത് നമ്മളൊരു LED ലൈറ്റ് മേടിക്കുന്ന സമയത്ത് നല്ല കമ്പനി നോക്കി മേടിക്കണം എന്ന് ഞാൻ എപ്പോഴും ആവശ്യപ്പെടും. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഹെഡ്ലൈറ്റ് ബൾബ് 10,000 രൂപയുടെ LED ബൾബ് മേടിക്കാനും കിട്ടും, 800 രൂപയുടെ LED ലൈറ്റ് മേടിക്കാൻ കിട്ടും. ഇത് രണ്ടും H4 തന്നെ ആയിക്കോട്ടെ. അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സെലീറിയോ വാഹനമാണ്. ഈ സെലീറിയോ വാഹനത്തിൽ H4 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ H4 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു H4 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞൊരു 700 രൂപയുടെ H4 യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടിലും വെട്ടമുണ്ട്, പക്ഷേ നമുക്ക് വഴി കാണാൻ സാധിക്കത്തില്ല. അതും കൂടെ നമ്മൾ എടുത്ത് പറയണം പറയുമ്പോൾ. അതായത് വഴി കാണത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 700 രൂപയുടെ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് റോഡ് വിസിബിലിറ്റി ഒട്ടും കിട്ടത്തില്ല. എന്തോ ഒരു വെട്ടമുണ്ട് എന്നുള്ളത് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതേ സ്ഥാനത്ത് 10,000-ൻ്റെ ഇടണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത് യൂസ് ചെയ്ത നാവോ ഈവോ എന്ന് പറയുന്നൊരു ബ്രാൻഡ് എനിക്കിഷ്ടപ്പെട്ടു. ഞാനത് യൂസ് ചെയ്ത് പോയപ്പോഴേക്കും, അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി. മഴയുള്ള സമയത്ത്, മഞ്ഞുള്ള സമയത്ത് ഒക്കെ നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഞാൻ ഏതെല്ലാം എൻ്റെ സ്പെക്കിലോട്ട് പോയി, സ്പെക്കൊന്ന് മാറ്റി വയ്ക്കാം, ലൈഫിൻ്റെ കേസായിട്ട് പറയാം. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഹാലജൻ ബൾബിനെ കഴിഞ്ഞും കൂടുതൽ ലൈഫ് സ്പാന് നമ്മുടെ LED ബൾബിന് കിട്ടും, നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം LED തന്നെ കമ്പനി ഇൻബിൽറ്റ് വരുന്നതിൻ്റെ കാര്യം. ഞാൻ തന്നെ ഒരു ഒസ്റാമിൻ്റെ ബൾബ് ഇട്ടത് എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പ് ഒരു സ്വിഫ്റ്റിനിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ വാഹനത്തിൽ ആ ഒസ്റാമിൻ്റെ ബൾബ് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു കുഴപ്പവും ഇന്ന് വരെ അതിന് വന്നിട്ടില്ല. അതും നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാലജനാണോ LED ആണോ ലൈഫ് സ്പാൻ കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ 100% LED തന്നെയാണ്. LED-ക്ക് നല്ല ലൈഫുണ്ട്. പക്ഷേ ക്വാളിറ്റി ഉള്ള LED ഇട്ടാൽ മാത്രം ഈ പറയുന്ന പോലെ ലൈഫ് കിട്ടത്തുള്ളൂ. 700 രൂപയുടെ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ 6 മാസം നിൽക്കുമോ എന്നുള്ള സംശയം. 1 വർഷം വരെ ഒന്നും ചിലപ്പം പോയെന്ന് വരത്തില്ല. പക്ഷേ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 വർഷം വരെയൊക്കെ കിട്ടിയ ചരിത്രമുണ്ട്. C6 എന്ന് പറയുന്ന മോഡൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. C6 എന്ന് പറയുന്ന ഒരു മോഡൽ 700 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ടാണ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വളരെ കുറവായിട്ട് കിട്ടുന്നത്. ക്വാളിറ്റി നല്ലതല്ലാത്തതുകൊണ്ടാണ് അത് പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം.